ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് അച്ഛൻ കയറി വരുന്നത്. അപ്പോൾ അച്ഛൻ വന്നപ്പോഴേക്കും സച്ചി ഓടി ചെന്നിട്ട് അച്ഛൻ അമ്മയെ കണ്ടോ, അമ്മയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു, സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രേവതിക്കൊക്കെ ഒരു പ്രതീക്ഷ, സച്ചിക്കും ഒരു പ്രതീക്ഷ. അമ്മ എന്താ അച്ഛാ പറഞ്ഞേ, അമ്മ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അച്ഛാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ അച്ഛാ എന്ന് രേവതി ചോദിച്ചു. അച്ഛൻ്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അമ്മ പറഞ്ഞ മറുപടി എന്തായിരിക്കുമെന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനിങ്ങനെ സങ്കടത്തോടു കൂടി തലയാട്ടി. അവൾക്ക് പരാതി പിൻവലിക്കാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പം സച്ചിയും ഭയങ്കര വിഷമമായിപ്പോയി. അതുപോലെ വർഷയും ശ്രീകാന്തും ഭയങ്കരമായിട്ട് നിൽക്കാം. ഞാൻ വേണ്ടുന്ന രീതിയിലൊക്കെ സംസാരിച്ച് നോക്കി, പക്ഷെ അവൾ പിടിവാശിയിൽ തന്നെയാണ്, പിടിവാശി വിടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അമ്മ കേൾക്കുമെന്ന് ഞാൻ കരുതിയതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അവൾ അങ്ങനെയായിരുന്നു, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവളെ കാണാൻ പോയത് എന്നും ഇങ്ങനെ സച്ചി പറയുമ്പോൾ രേവതി ആകെ തകർന്നു പോയിട്ടോ. പക്ഷേ ഈ വിഷയത്തിൽ അവൾ അനങ്ങുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ല എന്നും. അപ്പോൾ സച്ചി സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പം മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എന്തു വഴിയാണെന്നറിയാതെ ഇതുങ്ങളിങ്ങനെ ആകെ പരിഭ്രമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ഇനി അഥവാ അവൾ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നീയും രേവതിയും ഈ വീട് വിട്ട് പോകണം എന്നാണ് അവൾ പറയുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ചങ്ക് തകർന്ന് സച്ചിയെ നോക്കി, സച്ചിയും അതുപോലെ ചങ്ക് തകർന്ന രേവതിയെ നോക്കി. വർഷയും ശ്രീകാന്തും വല്ലാണ്ടായിട്ട് നിൽക്കുമ്പോൾ ഇവരെ പുറത്താക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാ, അമ്മയുടെ മകനും മരുമകൾ തന്നെയല്ലേ ഇവരിവിടുന്ന് ഇറങ്ങിയ അച്ഛനെയും കൂട്ടി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമെന്ന് ശ്രീകാന്ത് അന്നേരം പറയാം. എന്തിനാ എൻ്റെ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് വർഷ അന്നേരം ചോദിച്ചു. രേവതി മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു വഴി വരും. കിട്ടിയ അവസരം മുതലെടുത്തിട്ടാ രണ്ടുപേരെ ഇവിടുന്ന് പുറത്താക്കാൻ അവൾ ശ്രമിക്കുന്നതെന്ന കാര്യം അച്ഛൻ ഇങ്ങനെ ഇവരോട് പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് ജീവനുള്ള കാലത്തോളം സച്ചിയും രേവതി എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് രവിയേട്ടൻ പറഞ്ഞു. അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും രവിയേട്ടൻ പറയൂ കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ തകർന്ന് ഇങ്ങനെ നിൽക്കുക. എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരത്തിനെ പുറത്തിറക്കണമെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ സച്ചി ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ പറയാനുള്ള പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ അച്ഛാന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ സച്ചി. അപ്പോൾ എൻ്റെ പൊന്നുമോൻ വിഷമിക്കണ്ടെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ അങ്ങ് പോയി. അപ്പോഴത്തേക്കും വർഷ രേവതി സമാധാനിപ്പിക്കുക. ആൻറ്റി അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും, ആൻറ്റി കുറച്ച് ടൈം കൊടുത്ത് ആൻറ്റി റിലൈസ് ചെയ്യുന്ന തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ രവിയേട്ടന് ഭയങ്കര സങ്കടം ഇവരുടെ സംസാരം കേട്ടിട്ടേ. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് വേറെ വഴി നോക്കാം സച്ചേട്ടാന്നൊക്കെ ശ്രീകാന്ത് പറയുന്നു. രേവതിയാണെങ്കിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. മക്കളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചിക്കിനി എന്നാ വഴിയെന്നറിയില്ല. സച്ചി ഇങ്ങനെ ആകെ പകച്ച് നിൽക്കും. എന്നിട്ട് രണ്ടുപേരും കൂടെ നേരെ വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അച്ഛൻ ചെന്ന് സംസാരിച്ചിട്ടും അവർ കേസ് പിൻവലിക്കില്ല എന്നാണോ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അച്ഛൻ അത്രയ്ക്ക് പറഞ്ഞു സാർ, എന്നിട്ടും അമ്മ കേട്ടില്ല എന്ന് സച്ചി ഇങ്ങനെ വക്കീലിനോട് പറയുവാണ്. അപ്പോൾ എൻ്റെ അനിയനെ ജയിലിൽ പറഞ്ഞയക്കണമെന്നുള്ളൊരു വാശി അമ്മയ്ക്കെന്നും രേവതി വക്കീലിനോട് പറയാം. ഇനി എന്ത് ചെയ്യും സാർ എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ അമ്മ സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണല്ലോ, പരാതി പിൻവലിക്കില്ല അല്ലേ? ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ അനിയനെ രക്ഷിക്കാനൊക്കെ പറ്റും, കേസും നമുക്ക് ഒഴിവാക്കാം, പക്ഷേ അതിനൊരു 5 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന കാര്യം ഇങ്ങനെ ഈ വക്കീൽ പറയാം. അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അന്തം വിട്ടിങ്ങനെ നോക്കുക. 5 ലക്ഷം രൂപയോ? അതെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അനുജൻ ഉറപ്പായിട്ടും ജയിലിൽ പോകുമെന്ന് ഈ വക്കീൽ ഇവരോട് പറയണം. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും അവൻ ജയിലിൽ കിടക്കേണ്ടിയും വരുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി 1 വർഷമോ എന്നും ചോദിച്ച് ചങ്ക് പൊട്ടി കരയുക വക്കീലിൻ്റെ മുന്നിലിരുന്ന്. എന്ത് സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പം നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല, അങ്ങനെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ചിലവാക്കണം എന്ന കാര്യം പറയുക. അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയോട് സച്ചി, നീ വിഷമിക്കില്ല രേവതി, ധൈര്യമായിട്ടിരിക്കുക. സാർ വേറെ വഴിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ ഇതൊരു കുടുംബ വിഷയം ആയതുകൊണ്ടേ രണ്ടുപേരുടെയും ന്യായം കേട്ട് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കോടതിയിലെത്താതെ ഞാനിത് ഒത്തുതീർപ്പാക്കും എന്ന് ഈ വക്കീൽ പറഞ്ഞു. പക്ഷേ അതിന് കാശ് ചിലവാക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഞാനിതൊക്കെ പറയുന്നതെന്ന് വക്കീൽ ചോദിക്കുമ്പം സാർ കാശ് കുറച്ച് അധികമാണെന്ന് സച്ചി പറയാം. അന്നേരം സച്ചി, ഇതൊരു മോഷണ കേസല്ലേ, പിന്നെ ജയിലിൽ പോയാൽ അവൻ്റെ ഭാവി ഇതോടുകൂടി തീർന്നില്ലേ എന്ന് വക്കീൽ ചോദിക്കുക. ഇത് കേസായാൽ അവനെ പുറത്തിറക്കാൻ അവൻ്റെ പുറകെ നടക്കേണ്ടി വരില്ലേ, അപ്പോൾ അതിനേക്കാളും കൂടുതൽ കാശൊക്കെ ചിലവാകത്തില്ലേ എന്നും വക്കീൽ ചോദിക്കുക. എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതി അന്തം വിട്ടിരിക്കുക. കാശ് ഞാൻ എങ്ങനെയെങ്കിലും തരാം സാർ, പക്ഷെ സംഘടിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നാൽ അത്രയും നല്ലത്. പോലീസ് അവനെ പിടികൂടിയാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എനിക്ക് പിന്നെ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജാമ്യം കിട്ടാൻ പോലും പിന്നെ പ്രയാസമായിട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാർ, ഞാൻ എങ്ങനെയെങ്കിലും ക്യാഷ് റെഡി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതി ഓടുക ക്യാഷിന് വേണ്ടിയിട്ട്.
അപ്പോൾ ബെസ്റ്റ് കപ്പിൾസ് അവാർഡ് കിട്ടിയ 1,00,000 രൂപ നമ്മുടെ ബാങ്കിലുണ്ടല്ലോ സച്ചേട്ടാ, അതെടുക്കാൻ നമുക്കെന്ന് രേവതി പറയാം. പിന്നെ ഖുണ്ടികയിലുള്ളത് നമുക്ക് എടുക്കാം, അതൊരു 50,000 രൂപ വരുമോ രേവതി എന്ന് ചോദിക്കുമ്പം അറിയില്ല സച്ചേട്ടാ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എനിക്ക് നോക്കണമെന്ന് പറഞ്ഞു. ആ ഫിനാൻഷ്യൽ തോമസ് സാറില്ലേ, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് നോക്കാമെന്ന് സച്ചു പറയാം. പിന്നെ ഇതുങ്ങൾ ഓട്ടം തുടങ്ങിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അഡ്വക്കേറ്റിനെ കണ്ട കാര്യം അമ്മയോടും ദേവുവിനോടും പറയാമെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഫോൺ എടുത്ത് വിളിക്കുക അമ്മയും ദേവിനെ. അപ്പോഴത്തേക്കും സച്ചി അയാളെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴത്തേക്കും ദേവു ഫോൺ എടുത്തു. ഹലോ ചേച്ചി, അപ്പോൾ ഞങ്ങൾ വക്കീലിനെ കണ്ടായിരുന്നു മോളെ, വക്കീൽ ക്യാഷ് കുറച്ച് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ രേവതി ഇങ്ങനെ ദേവുവിനോടൊക്കെ പറയുക. അപ്പം ചേച്ചി എന്തു വന്നാലും അവൻ ജയിലിൽ കിടക്കരുതെന്നും അതിന് വേണ്ടത് ചെയ്യണം ചേച്ചിയെന്നും ദേവു പറഞ്ഞു. അവനെ ജയിലിലേക്ക് വിടില്ല എന്നുള്ള വാശിയിലാണ് സച്ചേട്ടനെന്ന് രേവതി അന്നേരം ദേവുവിനോട് പറഞ്ഞു. പിന്നെ നീ എന്താ പുറത്തു വല്ലാണോ, ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? അതെ ചേച്ചി, ഞാൻ പുറത്താ, അമ്മയുണ്ട് എൻ്റെ കൂടെ. സച്ചേട്ടൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഭാമാൻ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയുമ്പം എന്തിന്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ അമ്മയെ പോയി കാണുന്നേ? അപ്പോൾ കരഞ്ഞ് കാല് പിടിക്കാൻ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാന്ന് ദേവ് ചോദിച്ചു. വേണ്ട, അങ്ങോട്ട് പോവണ്ട, അമ്മ പറഞ്ഞ ചന്ദ്രാൻ്റെ ശരത്തിൻ്റെ നേരെ കൊടുത്ത ആ ഒരു പരാതി പിൻവലിക്കോ, കാണാൻ പോവണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ, പക്ഷെ അമ്മ കേൾക്കുന്നില്ല എന്ന് ദേവ് പറഞ്ഞു. നീ അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അമ്മ എന്തേ കാണിക്കുന്നേ, അമ്മ ചെന്ന് പരാതി പിൻവലിക്കാനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു രേവതി. അത് ശരിയാവില്ല, എന്തായാലും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, ശരത്ത് ജയിലിൽ പോകില്ല എന്ന് തന്നെ പറഞ്ഞു. അതിന് വേണ്ടുന്നതൊക്കെ ഞാനും സച്ചേനും കൂടെ ചെയ്യുന്നുണ്ടെന്ന് രേവതി പറയുമ്പോൾ, മോളെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ചന്ദ്രമതി പരാതി പിൻവലിച്ചില്ല എങ്കിൽ എൻ്റെ മോനും ജയിലിൽ പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അന്നേരം അമ്മ ഞാൻ പറയുന്ന അമ്മയൊന്ന് കേക്ക്, അവിടെ ചെന്ന അമ്മയെ അവരെ അപമാനിച്ച് വിടില്ലേ, പിന്നെ അല്ലാതെ പരാതി പിൻവലിക്കാനൊന്നും അവർ പോകുന്നില്ല. അന്നേരം ഇല്ല മോളെ, ഇല്ല, കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ചന്ദ്രമതിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുമെന്ന് അമ്മ പറയാം. നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് രേവതി ഇത് സച്ചിയോട് പറയാനായിട്ട് ഓടുക. അപ്പോഴേക്കും അവിടെ ആൻ്റണിയും അതുപോലെ തന്നെ ദാസും കൂടി കച്ചവടത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. വേഗം മേടിച്ചോണ്ട് വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരുത്തനെ പറഞ്ഞു പേടിപ്പിക്കുക. ബ്രാൻഡി എന്തോ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. അപ്പം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് ഇവൻ പറഞ്ഞു. പുറത്ത് പോകാനാ? നിന്നെ അങ്ങനെ ശ്രുതിയോ മീരിയോ കണ്ട പിന്നെ കാശ് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ആൻ്റണി ചോദിച്ചു. നമ്മുടെ കള്ളക്കളി അവർ അറിയത്തില്ലേന്ന് ചോദിച്ചു. അന്നേരം അവർ കാശൊന്നും തരാൻ പോകുന്നില്ല, നോക്ക്, ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും വാങ്ങിയേനെ, ഇപ്പോൾ നീ ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ദാസ് ഇങ്ങനെ ആൻ്റണിയോട് പറയുമ്പം, എടാ നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല, എൻ്റെ ജോലി തന്നെ പിടിച്ചു പറിക്കലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കലാ. ഞാനിപ്പോൾ കാശുമായിട്ട് അവളിവിടത്തേക്ക് വരുത്തിക്കും, നീ മുറിയിൽ പോകാൻ പറഞ്ഞു. പോടാ നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി പറഞ്ഞു വിട്ടിട്ട് ശ്രുതിയെ വിളിക്കുക. അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുക. ആ സമയത്ത് ആൻ്റണിയുടെ കോള് വീണ്ടും ചെല്ലുന്നു. ആ സമയത്ത് ഹലോ ആൻ്റണി, ഹലോ ശ്രുതി, അതെ ഏത് നിമിഷവും നവീൻദാസും മരിക്കാം, പിന്നെ അവൻ്റെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് കണ്ടാണല്ലോ, പിന്നെ എന്താ നീ കാശെത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിൽക്കുക. അവനെ ചികിത്സിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്, നിനക്ക് അവനൊരു ശല്യമാണല്ലോ, അപ്പം പിന്നെ അവൻ മരിച്ചോട്ടാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നുമല്ല, അവൻ മരിച്ചാലേ നീ കുടുങ്ങും, നിനക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന കാര്യവും ആൻ്റണി പറയണം. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, നീ അകത്താകും ശ്രുതി, നീ പെടും. ആൻ്റണി അവനെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറയുക, അതിന് കാശാ വേണ്ടത്, അത് നീ 2 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാലായിരുന്നോ? തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്, എന്നിട്ട് കാശ് എവിടെയെന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ല ആൻ്റണി, സംഘടിപ്പിക്കാനും എനിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പം, എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രുതി, കാര്യം നടക്കണ്ടേ, കാശ് കിട്ടിയാലേ പറ്റൂ, അവനെ രക്ഷിക്കണമെങ്കിലും കാശ് വേണം, നീ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ നോക്കാൻ പറയുമ്പോൾ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. നോക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാശുമായിട്ട് ഇവിടെ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആൻ്റണി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആൻ്റണി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഭാമ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കാം. ഞാൻ വരാം, മീറ്റിങ്ങിന് ഞാൻ വന്നോളാം, ഇവിടെ ചന്ദ്രയുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വീട്ടിൽ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. അപ്പോൾ ഭാമ ഫോൺ കട്ട് ചെയ്തിട്ട് ഇന്ന് വാതിൽ തുറന്നു. അന്നേരം നോക്കുമ്പോൾ ദേവും അമ്മയും. നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ ചന്ദ്രയെ കാണാൻ വന്നാന്ന് പറഞ്ഞു. അതിനെന്താ കയറി വാ എന്ന് പറഞ്ഞിങ്ങനെ. ആ സമയത്ത് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അപമാനിക്കുക. നീ വഴി കൂടെ പോകുന്നവരെല്ലാം വീട്ടിലേക്ക് വിളിച്ച് കയറ്റുവാണ്, അതൊരു കള്ളൻ്റെ ഫാമിലിയെ വീട്ടിൽ വന്ന് എന്തൊക്കെ കട്ടുകൊണ്ട് പോകും നിനക്ക് അറിയാമോ? വീട്ടിലുള്ള പല സാധനങ്ങളും കാണാതെ പോകും, നിന്റെ കാശും സ്വർണ്ണവും ഒക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കാനൊക്കെ ചന്ദ്ര പറയുക കേട്ടോ.
അന്നേരം ആൻറ്റി ഞങ്ങൾ അത്രക്കാരല്ല എന്ന് ദേവ് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര തുള്ളി പറഞ്ഞങ്ങ് ഇറങ്ങിച്ചെന്നു. ഹരിചന്ദ്രൻ്റെ കൊച്ചുമോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിൻ്റെ കയ്യെ പിടിച്ച് അതിനെ പുറത്താക്കുക ഈ ചന്ദ്ര. നീയൊക്കെ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. നീയൊക്കെ എത്രക്കാരാണെന്ന് നാട്ടിലുള്ളവർക്ക് മുഴുവൻ അറിയാടിയെന്നും പറഞ്ഞു. നടു റോട്ടിൽ വെച്ച് നിൻ്റെ അനിയൻ എൻ്റെ കാശ് മോഷ്ടിക്കുന്നത് ലോകം മുഴുവനും കണ്ടതല്ലേടി, നിൻ്റെ അമ്മയല്ലേടി കോച്ചിങ് കൊടുത്ത് വിട്ടതെന്നൊക്കെ ചോദിക്കുക ചന്ദ്ര. ചന്ദ്രമതി നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അത് ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുക, അങ്ങനെ കൈ കൂപ്പി യാചിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് ഭാമയ്ക്ക് ഭയങ്കര സങ്കടം. പോലീസിൽ നിങ്ങൾ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞു. സഹായിക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നായി. പിന്നെ എൻ്റെ മോനെ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ നിന്ന് ഭയങ്കര കരച്ചിൽ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നിൻ്റെ മോനെ രക്ഷിക്കാൻ പറ്റത്തില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അപമാനിക്കുക. ഇതൊക്കെ കണ്ട് ഭാമയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പരാതി പിൻവലിക്കാൻ വേണ്ടി കാല് പിടിക്കാൻ വന്നതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇവരോട് ചോദിച്ചു. നീ എൻ്റെ കാലിൽ ചവിട്ടി പുറത്ത് കളയും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അതുപോലെ അവരെ അപമാനിക്കുക. പറഞ്ഞു തീർന്നില്ല, തൊട്ടടുത്ത നിമിഷം തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്ക് രേവതിയെ കണ്ടു ചന്ദ്ര. ഓഹോ വന്നല്ലോ അടുത്തയാള്, നിന്റെ അനിയനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാൻ നിന്റെ അമ്മയെ പോലെ കാല് പിടിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര. അന്നേരം അമ്മ ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതി അമ്മയും അനിയത്തെയും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുക. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മ, മോളെ എന്ത് സമാധാനത്തിലാണ് ഞാൻ വീട്ടിൽ കഴിയുന്നത്, എൻ്റെ മോൻ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കരയുമ്പം, നീ നിന്ന് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ലടി, പോലീസ് നിങ്ങളുടെ മോന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്, ഏത് നിമിഷവും അവനെ പിടികൂടുമെന്നും പറഞ്ഞ് ചന്ദ്രൻ നിന്ന് ഇതുങ്ങളെ അപമാനിക്കുകയും പരിഹസിക്കുകയും ഒക്കെയാണ്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ഭാമ. കള്ളനെ പിടിക്കുന്നില്ല എന്നുള്ള പഴി അവരും കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേഗം പിടിച്ചോളൂ എന്നൊക്കെ ആയി ചന്ദ്ര. പോലീസുകാരും ആകെ ദേഷ്യത്തിലാ. അവൻ്റെ എല്ലൂരിയ ശേഷമേ അവനെ ജയിലിലേക്ക് അയക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം, ചന്ദ്രമതി അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ മോൻ്റെ ഭാവിയും പഠിപ്പും ഒക്കെ നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് കാല് പിടിക്കുവാണ്. അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് കാലെ പിടിക്കുമ്പോൾ ഒരൊറ്റ തട്ട് അതിന്. അപ്പോൾ അവൻ്റെ ജീവിതം അവസാനിച്ച് പോകും. അവസാനിക്കട്ടെ അവൻ്റെ പഠിപ്പും ഭാവിയും. അല്ലെങ്കിൽ തന്നെ എന്ത് ഭാവി അവനുള്ളത്, അവൻ കോളേജിൽ പോകുന്നുണ്ടോ, കക്കാൻ നടക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര വീണ്ടും ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അവനൊക്കെ ജയിലിൽ പോകേണ്ടവനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാമേ, കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നും ആരെങ്കിലും കേട്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു ഗതിയും പരഗതിയില്ലാത്ത പെണ്ണിനെയും അവരുടെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി രവിയേട്ടൻ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സ് ബലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അന്നേരം അമ്മേ മതി നിർത്തിക്കോളാൻ പറഞ്ഞു രേവതി. അപ്പോൾ ഒച്ച വെക്കാതെടി എന്ന് പറഞ്ഞു ചന്ദ്ര. നാണുണ്ടോടി അമ്മയ്ക്കും മക്കൾക്കും എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കെഞ്ചാനായിട്ട്? നീ എൻ്റെ വീട്ടിൽ വന്ന് കയറിയതോടെ എൻ്റെ സമാധാനം മുഴുവൻ ഇല്ലാണ്ടായി. എന്നിട്ട് വന്നിരിക്കുന്നു, ദേ നോക്ക്, ഞാൻ എൻ്റെ വീട് വിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായില്ലേ, എല്ലാത്തിനും കാരണം നീ നിൻ്റെ കുടുംബം അല്ലേ എന്ന് ചോദിക്കുമ്പം അമ്മയായിട്ട് ഇറങ്ങി വന്നതല്ലേ, ആരും പിടിച്ചിറക്കിയതൊന്നും അല്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, പിടിച്ചിറക്കാൻ നീ ഇങ്ങോട്ടേക്ക് വാടി, എൻ്റെ വീട്ടിലാണ് നീ കഴിയുന്നതെന്നുള്ള വിചാരം നിനക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അന്നേരം രേവതി അപമാനിക്കുക. അവരാരും ഒന്നും മിണ്ടുന്നില്ല. നിന്നെ ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് ഇറക്കാൻ എനിക്ക് അറിയാൻ മേലാത്തത് കൊണ്ടല്ല, നിൻ്റെയും കുടുംബത്തിൻ്റെ രക്ഷകനിവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഓർത്താ അങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുവാണ്. അങ്ങനെ നിങ്ങളെ 3 പേരെ അവിടെ ഇട്ട് ചവിട്ടി അരയ്ക്കുക ചന്ദ്ര. എന്തായാലും നീ നിൽക്കുന്ന ആ വീട്ടിലേക്ക് ഞാൻ ഇനി വരില്ല, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെ സംസാരിക്കുന്നു. അങ്ങനെ രേവതിയെയും കുടുംബത്തെയും അപമാനിച്ച് ഇവളെയും ഇവരുടെ കുടുംബത്തെയും കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ ഭാമേ, എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയോ ഭാമയെന്നൊക്കെ ചോദിച്ച് ഭാമയോട് പറയാം. ഭാമയൊന്നും മിണ്ടതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നിങ്ങൾക്കിതൊക്കെ ശീലമാണ്, നാണവും മാനവും ഇല്ലാത്ത വർഗം ഞങ്ങൾക്കേ അതുണ്ട്, അതുകൊണ്ടടി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രൻ നിന്നങ്ങ് പറയണം. പിന്നെ പുറത്തിറങ്ങി നടക്കാനേ പറ്റുന്നില്ല, ഇപ്പം കുടുംബത്തിൻ്റെ മാനക്കേട് മാറണമെങ്കിൽ നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയേ പറ്റൂ, കള്ളൻ്റെ ചേച്ചി എന്ന് പറയുമ്പോൾ അമ്മ മതിയെന്ന് പറഞ്ഞു രേവതി. താങ്ങാൻ കഴിയുന്നതിനപ്പുറം അനുഭവിക്കുക ഞങ്ങൾ, ഇനി അതിലേക്ക് വീണ്ടും അമ്മയിൽ നിന്ന് കുത്തരുതെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും വീണ്ടും ലക്ഷ്മമ്മ കൈയും കാലും പിടിക്കുക. ചന്ദ്ര, എൻ്റെ മോനൊരു തെറ്റ് ചെയ്തു, അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, ഞാൻ പൊറുക്കണമെന്ന് പറയാനാണ് ഞാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ അറപ്പ് പോലെയൊക്കെ ചന്ദ്രൻ നിന്ന് ഇങ്ങനെ കാണിക്കട്ടെ അവരുടെ മുന്നിൽ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകൻ താലി കെട്ടി പെണ്ണല്ലേ ഇവളെന്ന് ചന്ദ്രയോട് ചോദിക്കുക ലക്ഷ്മിയമ്മ. ചന്ദ്രമതി, നമ്മൾ ഒരു കുടുംബമല്ലേ എന്ന് പറയുമ്പോൾ ഒരു കുടുംബമോ, നാണം ഇല്ലല്ലോ, ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണ്, എന്നിട്ട് ഒരു കുടുംബമാണ് പോലും. ഒക്കടെ ഞാൻ പറയുന്നില്ല, പറയുമ്പോൾ നിനക്ക് നാണാകുന്നില്ലേ ലക്ഷ്മി? നിനക്കൊക്കെ അഭിമാനമായിരിക്കും, പക്ഷേ എനിക്കത് അപമാനമാണെന്നും പറഞ്ഞ് ചന്ദ്ര വീണ്ടും നിന്ന് ഇതുങ്ങളിങ്ങനെ കാൽച്ചോട്ടിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരിക്കാം. ചന്ദ്രമതി, ഞങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക്
മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ, എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. എൻ്റെ മകൻ്റെ കാര്യത്തിൽ ദൈവം ഉണ്ടായാൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കാല് പിടിക്കുമ്പോൾ നിൻ്റെ മകനെതിരെ ഞാൻ കൊടുത്ത പരാതി പിൻവലിക്കണം അല്ലേ? മാറി നിൽക്കടി അവിടുന്ന്. നിങ്ങളെ എല്ലാവരെയും എങ്ങനെ ജയിലിൽ കയറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. അപ്പോഴാണ് മോൻ്റെ പരാതി പിൻവലിക്കണമെന്ന്. ഭാമേ, എന്തൊരു തമാശയാണെന്ന് നീ നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നിന്ന് ഭാമയോട് പറയുന്നു. ഇവർ 3 പേരും സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അമ്മേ ഇവരെ കാണാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് അമ്മ കേട്ടില്ലല്ലോ. ഇപ്പം കിട്ടേണ്ടത് നമുക്ക് കിട്ടിയില്ലേ, വയറ് നിറഞ്ഞില്ലേ, വാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവ് ദേഷ്യപ്പെടുക. അപ്പോൾ ഞാൻ ചന്ദ്രൻ ഇതെല്ലാം പറയുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്, എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അമ്മേ ഇനി ഒരിക്കലും അമ്മ ഇവരുടെ മുന്നിൽ വരരുതെന്ന് രേവതി നേരത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രൻ അന്നേരം മുഖം വലിച്ചേറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവളുടെ മകന് വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് കെഞ്ചതല്ലേ, ഞാൻ ശരത്തിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാം എന്ന് ചന്ദ്ര പറയുന്നു. അപ്പോൾ ഇവർ 3 പേരും അന്തം വിട്ടിങ്ങനെ നോക്കാം. നിൻ്റെ ഈ മകളും ഇവളെ കെട്ടി എൻ്റെ മകനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്നേക്കുമായി ആ വീട്ടിലേക്ക് വരാതിരുന്നാൽ ഞാൻ നിൻ്റെ മകനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്ര ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് കേട്ട് ഇവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ടാറ്റാ.